ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡ്രിങ്കും കൊണ്ടാണ് കേട്ടോ. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഒട്ടനവധി സാധനങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്യാറുണ്ടല്ലേ. അത് നമ്മുടെ ഹെൽത്തിനെ ഒരുപാട് ബാധിക്കാറുണ്ട്. അപ്പം മൾട്ടി വിറ്റാമിനുകളും അതുപോലെ തന്നെ മൾട്ടി വിറ്റാമിൻ കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന നമ്മുടെ ഫ്രൂട്ട്സുകൾ, അതുപോലെ തന്നെ സാലഡുകൾ, വെജിറ്റബിൾസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വളരെയധികം അത്യാവശ്യമാണ് നമ്മുടെ ഹെൽത്തിന്. അപ്പോൾ നമ്മൾ അസുഖം വരുന്നതിനേക്കാളും അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് കൂടുതലായിട്ടും യൂസ്ഫുൾ ആകുക എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. നമ്മളുടെ ഹെൽത്തിനെയൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ശരീരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കൊരു ഡ്രിങ്ക് തയ്യാറാക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ക്യാരറ്റ് വേണം അതിന്, അതുപോലെ തന്നെ നമ്മളുടെ ആപ്പിൾ വേണം, പിന്നെ നമ്മളുടെ ബീട്രൂട്ടും കൂടി വേണം കേട്ടോ. അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. ഇത് വെച്ചിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഡ്രിങ്ക്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് നല്ല നല്ല കണ്ടന്റുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഹെൽത്തിന് വളരെയധികം നല്ലതാണ്. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് ഈ ഒരു ഡ്രിങ്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കുടിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് കേട്ടോ. പിന്നെ ഒരു ബീട്രൂട്ടിൻ്റെ ഡ്രിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അതും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുമല്ലോ. അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന മറ്റൊരു നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റ്സിനെ കൂടി നമുക്ക് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റ്സ്. ഹിമാലയൻ ഓർഗൻസിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇതാണ് നമ്മളുടെ സംഭവം, കണ്ട. ഇത് നമ്മളുടെ മൾട്ടി വിറ്റാമിൻ വിത്ത് പ്രോബയോട്ടിക്സ് ആണ് ഈ ടാബ്ലറ്റ്സിലുള്ളത്. അതുപോലെ തന്നെ ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ വിറ്റാമിൻസും ഉണ്ട്. അപ്പോൾ നമ്മളുടെ മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റ്സിൽ കണ്ടല്ലോ, ഇത് ഹിമാലയൻ ഓർഗൻസിൻ്റെ ആണ്. നന്നായിട്ട് നല്ല ഓർഗാനിക് ആയിട്ടുള്ള കണ്ടന്റുകൾ അടങ്ങിയിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വെബ്സൈറ്റിൽ കയറിയാൽ ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. മൾട്ടി വിറ്റാമിൻ വിത്ത് പ്രോബയോട്ടിൻ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സംഭവങ്ങളാണ് നമ്മളുടെ ഗുളികകളാണ്, നമുക്ക് വിറ്റാമിൻസും ആണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ നോക്കി നോക്കുക. നമുക്ക് ഡെയിലി നമ്മളുടെ ഭക്ഷണത്തിൽ കൂടി കിട്ടാത്ത, നമ്മളുടെ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് ഭക്ഷണത്തിൽ കൂടി ലഭിക്കുന്നില്ലാത്ത പക്ഷം നമുക്ക് ഇതുപോലത്തെ സപ്ലിമെൻറ്റുകളൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. എപ്പോഴും ഓർഗാനിക് ആയിട്ടുള്ള സപ്ലിമെൻറ്റുകളാണെങ്കിലും എന്താണെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾ ഡോക്ടറുടെ കൺസൾട്ടേഷൻ പ്രകാരം മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോവാട്ടോ. നമുക്ക് നമ്മളുടെ ഗുളികകളൊന്ന് ഓപ്പൺ ആക്കി നോക്കാം കേട്ടോ. നല്ല രീതിയിലുള്ള പാക്കിംഗ് ആണ് കേട്ടോ. നല്ല സീൽഡ് ആയിട്ടുള്ള ടൈറ്റ് ആയിട്ടുള്ള പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ കണ്ടോ, ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഈ ഒരു ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗുളികകളൊക്കെ കേടാവാതിരിക്കാനും തണുത്തു പോകാതിരിക്കാനും അതിൽ വേറെ ഒരു കണ്ടൻറ്റ് ചേർന്ന് മിക്സ് ചെയ്യാതിരിക്കാനും ഒക്കെ ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ 2 പാക്കിങ്ങും നിങ്ങൾ ശ്രദ്ധിക്കുക. വാങ്ങിച്ചു കഴിയുമ്പം ഇത് ഡാമേജ് ആയിട്ടുണ്ടോ പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം കഴിക്കാനായിട്ട്. പിന്നെ കുറച്ചധികം ദിവസത്തേന് നമുക്കിത് യൂസ്ഫുൾ ആകും കേട്ടോ. കുറച്ച് നാൾ നമുക്ക് കഴിക്കാനായിട്ടുണ്ട്. നമുക്കിത് ഡെയിലി കഴിക്കണം എന്നില്ല. 1-2 ദിവസം കൂടുമ്പോൾ ഓരോ ടാബ്ലറ്റ്സൊക്കെ കഴിച്ചാലും മതിയാവും കേട്ടോ. പിന്നെ നമുക്ക് ഇത് സൂക്ഷിക്കേണ്ടതും എയർ ടൈറ്റായിട്ട് തന്നെയുള്ള കണ്ടെയ്നറുകളിൽ സൂക്ഷിക്കുക. പുറത്തെടുത്തിട്ടതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ അതും നമ്മൾ ഹൈജീനിക് ആയിട്ടുള്ള വൃത്തിയുള്ള അധികം സൂര്യപ്രകാശം അടിക്കാത്ത സ്ഥലങ്ങളിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കസ്റ്റമർ കെയറിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ പിന്നെ മേടിക്കാനുള്ള ലിങ്കുകളും ഒക്കെ ഇവരിതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വീടുകളിൽ റെഡിയാക്കാൻ പറ്റുന്ന, നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡ്രിങ്കിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ആപ്പിൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ക്യാരറ്റിൻ്റെ ആവശ്യമായിട്ടുണ്ട്. 1-2 ആപ്പിൾ എടുക്കാം കേട്ടോ. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഒരു ആപ്പിളും ഒരു ക്യാരറ്റും ഒരു ബീട്രൂട്ടുമാണ് എടുക്കുന്നത്. നല്ല രീതിയിൽ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ബീട്രൂട്ടും നമ്മളുടെ ക്യാരറ്റും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ. കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നുറുക്കിയെടുക്കാം. ഈ ഒരു ക്യാരറ്റ്, ബീട്രൂട്ട്, നമ്മളുടെ ആപ്പിൾ, ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ ഡെയിലി കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ. ഇത് നമുക്ക് യാതൊരു ഹെൽത്തിനൊരു പ്രോബ്ലം വരുത്തത്തില്ല. നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാവുന്നൊരു ഡ്രിങ്കാണ് കേട്ടോ. നമ്മൾ ഡയറ്റൊക്കെ നോക്കുവാണെങ്കിൽ വളരെയധികം നല്ലതാണ്. ഈ ഒരു കണ്ടൻറ്റുകൾ നമ്മളുടെ മെറ്റബോളിസം കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് ലോസ് വേഗത്തിൽ നടക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും.
നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്യാരറ്റും ഒരു ബീട്രൂട്ടും കൂടി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ ആ ഒരു അഴുക്കൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാവേ. ഞാനിവിടെ സോസ് പാനിൽ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. ഒരു 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. അതായത് ഒരു 500 ml വെള്ളമൊക്കെ മതിയാകും. അതിനകത്തേക്ക് നമുക്ക് നമ്മളുടെ ക്യാരറ്റും നമ്മളുടെ ബീട്രൂട്ടും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഈ ബീട്രൂട്ടിൻ്റെ ചൊവ്വ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല ജ്യൂസ് അടിക്കുമ്പോഴത്തേനും. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ വളരെയധികം നല്ലതാണ് കേട്ടോ. മടിയൊന്നും കൂടാതെ നമുക്ക് കുടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നവരുണ്ടെങ്കിലും അവർക്കും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഗ്യാസ് ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു ജ്യൂസ് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ പച്ചയ്ക്ക് തന്നെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് കുടിക്കാം. അതിന് യാതൊരു പ്രശ്നവുമില്ല. ഇത് ഞാൻ പറയുന്നത് അതിഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നൊരു മാർഗ്ഗം ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഡയറ്റൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം സിനമണിൻ്റെ കഷ്ണം ഉണ്ടല്ലോ, അതായത് നമ്മളുടെ കറുവപ്പട്ട, അതിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ തിളപ്പിക്കുന്ന വെള്ളത്തിൽ. അപ്പം ഞാനിവിടെ ചേർക്കുന്നില്ല. ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവേ. ഇനി അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ആപ്പിൾ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളുടെ ആപ്പിൾ നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ബീട്രൂട്ടും നമ്മളുടെ ക്യാരറ്റും കൂടെ വെന്ത ആ വെള്ളം ഉണ്ടല്ലോ, അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാവേ നമ്മളുടെ ഈ ഒരു ആപ്പിൾ കഷ്ണങ്ങൾക്കകത്തേക്ക്. അതിനുശേഷം നമുക്ക് ആവശ്യമെങ്കിൽ മധുരം ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കാം. ഞാനിവിടെ മധുരം ചേർക്കുന്നില്ല. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ മാത്രം നമുക്ക് മധുരം പിന്നീട് മിക്സ് ചെയ്താലും മതിയാവും കേട്ടോ. അപ്പോൾ നമ്മളുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിങ്ങനെ ഒരു സ്റ്റെയിനറിനെ കൂടി ഒന്ന് സ്റ്റെയിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എൻ്റെ മകന് ഇത് ഇഷ്ടമല്ല, ഇതിൻ്റെ ഈ തരിതരിപ്പ് ഇഷ്ടമില്ല, അതുകൊണ്ട് മാത്രമാണ് സ്റ്റെയിൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് കുടിക്കാവുന്നതാണ്. ഇനി ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായും വളരെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കാണാനെത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും വന്ന് വീഡിയോസൊക്കെ കാണുമല്ലോ. മറ്റൊരു നല്ല ടിപ്പുമായി മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.